വൈക്കം സത്യാഗ്രഹത്തിന്റെ ചരിത്രം പുതുതലമുറയ്ക്ക് പകർന്നു നൽകാൻ ലക്ഷ്യമിട്ട് വിഭാവനം ചെയ്ത പദ്ധതിയാണ് വൈക്കം സത്യാഗ്രഹ സ്മാരക മ്യൂസിയം. ആ പദ്ധതിയെക്കുറിച്ച് ഒരു റിപ്പോർട്ട്. വൈക്കം സത്യാഗ്രഹത്തെപ്പറ്റി നമ്മൾ പാഠഭാഗങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. പുതുതലമുറയിൽപ്പെട്ട എത്ര ആളുകൾക്ക് വൈക്കം സത്യാഗ്രഹത്തെപ്പറ്റി അറിയാൻ കഴിയും, അല്ലെങ്കിൽ അറിവുണ്ട്? കേരള വിഷൻ ന്യൂസ് വാർത്താ സംഘം ഇന്ന് വൈക്കം സത്യാഗ്രഹ ഗാന്ധി സ്മാരക മ്യൂസിയത്തിലാണ്. നമ്മൾ ആദ്യം കയറി വരുമ്പോൾ തന്നെ ചരിത്രത്തിൻ്റെ ഏടുകൾ എങ്ങനെയാണ് രേഖപ്പെടുത്തിയതെന്ന് ഈ മ്യൂസിയത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. പണ്ഡിറ്റ് കുറുപ്പിൻ്റെയും കുറുമ്പൻ ദേവദാനത്തിൻ്റെയും ഒക്കെ ചരിത്രമടങ്ങുന്ന ആലേഖനം ചെയ്ത ശിലാഫലകങ്ങൾ ഉണ്ട്. വഴി തെളിയിച്ചവർ എന്ന പ്രത്യേക സെക്ഷനിലൂടെ അവർ ഇവിടെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. 1905 കോട്ടയം ഡിവിഷൻ പേഷ്കറായിരുന്ന KP കേശവമേനോനും വൈക്കം ക്ഷേത്രത്തിൻ്റെ 4 നടയിലുള്ള റോഡുകളിൽ ഒരു ഫർലോങ് അകലെ തീണ്ടൽ പലകകൾ സ്ഥാപിക്കുന്ന, അതായത് തീണ്ടൽ ജാതിക്കാരുടെ പ്രവേശനം നിരോധിച്ചിരിക്കുന്നു. വൈക്കം സത്യാഗ്രഹത്തിന് തുടക്കം കുറിക്കുന്നതിന് മുമ്പുള്ള ആ ഐതിഹാസികമായ സമരത്തിൻ്റെ ഏടുകളെല്ലാം തന്നെയും രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഈ മ്യൂസിയം പ്രവർത്തിക്കുന്നത്. ഇതിൻ്റെ തന്നെ സൂപ്രണ്ടായ PK സജീവൻ സാറിനോട് തന്നെ ചോദിക്കാം. ഇപ്പോൾ ഈ യുവതലമുറയിൽപ്പെട്ട ആളുകൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ചരിത്രത്തെ ഗ്രഹിക്കാനുള്ള കാര്യങ്ങളാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സമയക്കുറവുള്ള ആളുകൾക്ക് ചരിത്രം ഗഹനമായിട്ടുള്ള ചരിത്ര വിഷയങ്ങളൊക്കെ സമയമെടുത്ത് വായിച്ച് മനസ്സിലാക്കാൻ പ്രയാസമുള്ള ആളുകൾക്ക്, വിശിഷ്ട വിദ്യാർത്ഥികൾക്ക് ഒരു ഓട്ടപ്രശ്നത്തിലൂടെ തന്നെ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ചരിത്രം എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കുകയാണ് ഈ മ്യൂസിയത്തിൻ്റെ ഉദ്ദേശം. ഇതൊരു ആർക്കൈവൽ മ്യൂസിയമാണ്. സാധാരണ നമ്മൾ ആർക്കിയോളജി മ്യൂസിയങ്ങൾ പോലെയല്ല. അപ്പോൾ ഇവിടെ വായിച്ചും കണ്ടും കേട്ടും മനസ്സിലാക്കാനുള്ള സാധനങ്ങൾ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത്. ഇത് ഇൻട്രാക്റ്റീവുകൾ ഇവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. പിന്നെ ഒരു മിനി തിയേറ്റർ ഉണ്ട്. ഈ മിനി തിയേറ്ററിൽ വൈക്കം സത്യാഗ്രഹത്തെ സംബന്ധിക്കുന്ന ഒരു ചെറിയ ഡോക്യുമെൻ്ററി ഉണ്ട്. 12 മിനിറ്റ് ദൈർഘ്യമുള്ളൊരു ഡോക്യുമെൻ്ററി ഉണ്ട്. ഇത് സംസ്ഥാന ആർക്കൈവ്സ് വകുപ്പിൻ്റെയും വൈക്കം നഗരസഭയുടെയും ഒരു സംയുക്ത സംരംഭമാണ്. വൈക്കം സത്യാഗ്രഹ സ്മാരക മന്ദിരം നേരത്തെ തന്നെ നിലവിലുള്ളതാണ്. എന്നാൽ വൈക്കം നഗരസഭയുമായിട്ടുള്ള ആർക്കൈവ്സ് വകുപ്പിൻ്റെ ധാരണ പ്രകാരം 2020 ജനുവരി 21 ഈ മ്യൂസിയം പ്രവർത്തനക്ഷമമാകുന്നത്. വൈക്കം സത്യാഗ്രഹം 603 ദിവസം നീണ്ടു നിന്നായതുകൊണ്ട് തന്നെ ഇത് എത്ര പേർ കൃത്യമായി പങ്കെടുത്തു എന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് നമുക്ക് ലഭ്യമായിട്ടില്ല. കാരണം ഒത്തിരി ആളുകൾ ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. അതുപോലെ ഒത്തിരി രേഖകൾ ഈ വൈക്കം സത്യാഗ്രഹമായിട്ട് ഉൽപ്പാദിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ആർക്കൈവൽ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിന്നൊക്കെ സംസാരിക്കുമ്പോൾ 603 ദിവസം നീണ്ടുന്ന സമരമായതുകൊണ്ടും ദേശീയ ശ്രദ്ധ നേടിയിട്ടുള്ളൊരു സമരമായതുകൊണ്ടും ഇതിനെക്കുറിച്ചുള്ള ഒത്തിരി രേഖകൾ പല ഭാഗങ്ങളിലായിട്ട് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊരു അഹിംസ അടിസ്ഥാനമാക്കിയുള്ളൊരു സത്യാഗ്രഹം ആയതുകൊണ്ട് സത്യാഗ്രഹികൾ ആരും യാതൊരു തരത്തിലുള്ള അക്രമത്തിലേക്കും പോയിട്ടില്ല. നേരെ മറിച്ച് ഈ വൈക്കം സത്യാഗ്രഹത്തെ എതിർക്കുന്ന സവർണ മേധാവികൾ ഒത്തിരി അക്രമ സംഭവങ്ങൾ അഴിച്ചുവിടുന്നുണ്ട്. ശ്രീനാരായണ ഗുരുവിൻ്റെ പങ്ക് വളരെ എടുത്തു പറയേണ്ട ഒന്നാണ്. കാരണം അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഇന്ന് ആശ്രമ സ്കൂൾ പ്രവർത്തിക്കുന്ന സ്ഥലത്താണ് സത്യാഗ്രഹികളുടെ ക്യാമ്പ് ചെയ്യുന്നത്. അപ്പോൾ ശ്രീനാരായണ ഗുരു വൈക്കം സത്യാഗ്രഹത്തിൽ ആശ്രമ സ്കൂൾ സന്ദർശിക്കുകയും 1000 ഉറുപ്പിക ഇതിൻ്റെ ചെലവിലേക്കായിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ ചെലവിലേക്കായിട്ട് 1000 ഉറുപ്പിക കൊടുക്കുന്നുണ്ട്. ശിവഗിരിയിൽ ആളുകളിൽ നിന്ന് സംഭാവന സ്വീകരിക്കുന്നതിന് വേണ്ടിയുള്ള സംഭാവന പെട്ടി സ്ഥാപിക്കുന്നുണ്ട്. പിന്നെ ഗാന്ധിജി വൈക്കം സത്യാഗ്രഹത്തിൽ ഇണ്ടന്തുരുത്തി നമ്പ്യാതിരിയായിട്ടൊക്കെ ചർച്ച ചെയ്തതിന് ശേഷം തിരുവനന്തപുരത്ത് റാണിയെ കാണാൻ പോകുന്ന വഴിക്ക് വർക്കലയിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ ആശ്രമത്തിലെത്തി അദ്ദേഹത്തോട്ട് ചർച്ച നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഗാന്ധിജിക്ക് ഒരുപാട് തെറ്റിദ്ധാരണകൾ മാറാൻ ഇടയാക്കിയതാണ് ശ്രീനാരായണ ഗുരുവുമായിട്ടുള്ള സംഭാഷണം എന്ന് ചരിത്രം പറയുന്നുണ്ട്. ജാതി വ്യവസ്ഥയെക്കുറിച്ചും ഒക്കെയുള്ള ഗാന്ധിജിയുടെ അഭിപ്രായങ്ങൾക്ക് കുറേ മാറ്റം ശ്രീനാരായണ ഗുരുവിനുള്ള സംഭാഷണത്തിൽ വരുന്നുണ്ട്. അതുപോലെ പ്രധാനപ്പെട്ടാണ് വൈക്കം സത്യാഗ്രഹത്തിലെ NSSൻ്റെയും പങ്കാളിത്തവും മന്നത്ത് പത്മനാഭൻ്റെ റോളും വളരെ പ്രധാനപ്പെട്ടാണ്. കാരണം അദ്ദേഹം ഗാന്ധിജിയെ നിർദ്ദേശിക്കുന്നത് ഈ സവർണ വിഭാഗങ്ങളോട് പിന്തുണയോട് മാത്രമേ സത്യാഗ്രഹം വിജയിപ്പിക്കാൻ കഴിയുള്ളൂ ഗാന്ധിജി മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സവർണ ജാഥ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് നടത്താൻ ഗാന്ധിജി നിർദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിന് നേതൃത്വം നൽകിയത് NSS മന്നത്ത് പത്മനാഭരുമാണ്.
അപ്പോൾ കെ പി കേശവൻ്റെ ഒക്കെ പ്രസംഗം നമ്മൾ അതിനെക്കുറിച്ച് വായിച്ചു കഴിഞ്ഞാൽ വളരെ ആവേശോജ്വലമായ പ്രസംഗമാണ് കെ പി കേശവൻ്റെ പ്രസംഗം എന്ന് പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം ചോദിക്കുന്നത് അന്യനാട്ടുകാർ, അതായത് ബ്രിട്ടീഷുകാർ നമ്മളോട് കാണിക്കുന്ന അനീതികൾക്കെതിരെ സമരം ചെയ്യുന്ന നമ്മുടെ നാട്ടുകാരായ തന്നെ നമ്മുടെ ആളുകൾ തന്നെ നമ്മുടെ ഒരു ഭാഗത്തോട് ഇങ്ങനെ കാണിക്കുന്നത് അത് തികഞ്ഞ അനീതിയല്ലേ എന്ന് പറയുന്നു. ഇപ്പോഴും നമ്മൾ വളരെ പ്രസക്തമായിട്ടുള്ളൊരു ചോദ്യമാണ് കെ പി കേശവൻ ഉന്നയിക്കുന്നത്. നിർഭാഗ്യവശാൽ ഇപ്പോൾ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഓരോ സമുദായം തിരിച്ച് ആഘോഷിക്കുന്ന, അല്ലെങ്കിൽ ഓരോ നേതാവിനെയും ആ നേതാവിൻ്റെ സമുദായം പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്ന ഒരു നിർഭാഗ്യരവസ്ഥയിലാണ് വന്നിരിക്കുന്നത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ വൈക്കം സത്യാഗ്രഹത്തിൻ്റെ അന്നുണ്ടായിരുന്ന ആ ഒരു ഒരുമ, എല്ലാ വിഭാഗം ആളുകളും ഒരുമിച്ചുള്ള ഒരുമ പിന്നീട് കേരള സമൂഹത്തിന് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ കേരളം വളരെ ഇതിലും വലിയ പുരോഗതി കൈവരിക്കാൻ കേരളത്തിന് കഴിയുമായിരുന്നു എന്നാണ് ഈ സമയത്ത് എൻ്റെ ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ക്യാമറമാൻ ഗീതേഷ് കൂനന്തായിക്കൊപ്പം അജി കുഞ്ഞുമൺ, കേരള വിഷൻ ന്യൂസ്, കോട്ടയം.